അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ന്യൂക്ലിയോഫിലിക് ആൻഡ് ഇലക്ട്രോഫിലിക് അറ്റാക്ക് ഓൺ കോർഡിനേറ്റഡ് ലിഗാൻഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക്, ഇലക്ട്രോഫിലിക് അറ്റാക്ക് അതിനെപ്പറ്റിയാണ് പറയണേ. അപ്പോൾ അതിൽ ഒരു എക്സാമ്പിൾ നമ്മുടെ മെറ്റൽ കാർബണിലേക്ക് ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ ന്യൂക്ലിയോഫൈൽ അതിൻ്റെ ഉള്ളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന ഒരു ജനറൽ ഫോർമുല ഉണ്ട്. പിന്നെ ഇതിൽ ജസ്റ്റ് എക്സാമ്പിൾസ് ആവശ്യമുള്ളൂ, അധികം എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. പിന്നെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഈ മെറ്റൽ ഫ്രാഗ്മെൻറ്റിൻ്റെ കൂടെ ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഗുഡ് പൈ ആക്സെപ്റ്റിംഗ് ലിഗാൻഡ് അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന സമയത്താണ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഉണ്ടാവുക. കാരണം ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് മെറ്റലിനോട് ചെയ്യണമെങ്കിൽ അപ്പുറത്തിരിക്കുന്നത് പോസിറ്റീവ് ആവണമല്ലോ. അങ്ങനെ അതിനൊരു ഓർഡർ ഉണ്ട്. ഏത് കോംപ്ലക്സുകളിലേക്കാണ് 8 ഇലക്ട്രോൺ കോംപ്ലക്സുകളാണ് തന്നിട്ടുള്ളത്, ഏതിലാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിൽ നമ്മുടെ ഒറ്റ ഡബിൾ ബോണ്ട് ഉള്ളതിനാണ് ഏറ്റവും കൂടുതൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്കിന് സസെപ്റ്റബിലിറ്റി. പിന്നെ ബ്യൂട്ടാഡൈൻ, ഹെക്സാട്രൈൻ, ബെൻസിൻ, അങ്ങനെ പോകും. അപ്പോൾ ഈ ഓർഡർ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് ഈ ഓർഡറാണ് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ടത് ഈ ഓർഡറാണ്. പിന്നെ ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു ഫെറോസിൻ അല്ല, ഈ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾസ് മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ ഇതിൽ ഈ ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇലക്ട്രോഫിലിക് അറ്റാക്കും വരുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾ CO2 Me വരുന്ന എക്സാമ്പിൾ. പിന്നെ ഈ എക്സാമ്പിൾ ജസ്റ്റ് ഏതെങ്കിലും 1-2 എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഇതിൽ ഇലക്ട്രോഫിലിക് അറ്റാക്ക്, ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്താണെന്ന് എഴുതുക, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതുക. പിന്നെ ഇത് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്, ഇത് വായിച്ച് നോക്കിയാൽ മതി. മെയിനായിട്ട് 2-3 എക്സാമ്പിൾ പഠിച്ചാൽ മതി. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സംഭവം എന്ന് പറയുന്നത് നമ്മുടെ കോൾമാൻസ് റിയേജൻ്റ് ആണ്. സെപ്പറേറ്റ് ആയിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അതും ചെറിയൊരു ടോപ്പിക്കാണ്. എന്താണ് ആ റിയേജൻ്റ്, എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്തിൻ്റെയൊക്കെയാണെന്നുള്ള കാര്യമാണ് മെയിനായിട്ട് വേണ്ടത്. പക്ഷേ മറ്റേ ഇലക്ട്രോഫിലിക് ആൻഡ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് അങ്ങനെ അത്ര കോമൺ അല്ല, ഏപ്പാട്ടൊക്കെ ചോദിക്കാറുള്ളൂ. കോൾമാൻസ് റിയേജൻ്റ് ഏപ്പാട്ട് തന്നെയാണ്, പക്ഷേ അത് കുറച്ചും കൂടെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ കോൾമാൻസ് റിയേജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ടെട്രാ കാർബണിൽ ഫെറൈറ്റ് 2 അതാണ് അതിൻ്റെ നെയിം. ടെട്രാ കാർബണിൽ ഫെറൈറ്റ് 2 സാധാരണയായിട്ട് നമ്മൾ സോഡിയം സോൾട്ട് ആക്കിയിട്ടാണ് ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ Na2FeCO4 CO4.1.5 ഡയോക്സൈൻ അത്രയാണ് അതിൻ്റെ സോൾട്ടായിട്ട് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഫോം. മെയിനായിട്ട് നമ്മൾ ഈ FeCO4 സോഡിയം കളഞ്ഞിട്ട് FeCO4 ആക്കുമ്പോൾ അത് ഹൈലി ന്യൂക്ലിയോഫിലിക് ആയിരിക്കും. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡ്സ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു ആൽക്കൈൽ അയൺ കാർബോണിലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ RFeCO4- എന്ന് പറയുന്ന ഫോമിൽ കിട്ടും. ഈ ആൽക്കൈൽ കോംപ്ലക്സ് എന്താണ് പല റിയാക്ഷൻസ് ലിഗാൻസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് 6 ഉള്ളിലുള്ള ആ ഒരു ഫോമിൽ പല ലിഗാൻസ് ആയിട്ട് കമ്പൈൻ ചെയ്തിട്ട് പല പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ചാർട്ടാണിത്. നമുക്ക് ആൽഡിഹൈഡ്, കാർബോക്സിലിക് ആസിഡ്, കീറ്റോൺ, എസ്റ്റർ, അമൈഡ്, അതുപോലെ കുറേ പ്രൊഡക്റ്റ് നമുക്ക് ഈ ആദ്യം ആൽക്കൈൽ ഹൈഡ്രേറ്റ് കമ്പൈൻ ചെയ്തതിന് ശേഷം നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും, കുറേ പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ പഠിക്കുക. അപ്പോൾ കോൾമാൻസ് റിയേജൻ്റ് ചോദിച്ചു കഴിഞ്ഞാൽ കോൾമാൻസ് റിയേജൻ്റ് എന്താണെന്ന് എഴുതാം. ഇതിന് തന്നെ വേറെ തന്നെ ഒരു നോട്ടും കൂടെ ഉണ്ട്. ഇതിലും സെയിം കാര്യമാണ് പറയുന്നത്. നമ്മുടെ Na2FeCO4 RX ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് 6 ഉള്ളിലേക്ക് കിടക്കുന്ന ഒരു മോളിക്യൂൾ കിട്ടും. അതിൽ നിന്ന് നമുക്ക് H+ ആഡ് ചെയ്തിട്ട് ആൽഡിഹൈഡ് കിട്ടും, O2 ആഡ് ചെയ്തിട്ട് RCOH കിട്ടും, X2 ആഡ് ചെയ്തിട്ട് RCOX എസൈൽ ഹാലൈഡ് കിട്ടും, ഈതർ കിട്ടും. അങ്ങനെ പല ഈ ഒരു കോംപ്ലക്സ് ആദ്യം ആൽക്കൈൽ ഹാലൈഡ് കമ്പൈൻ ചെയ്തതിന് ശേഷമാണ് ആ ഫോമിലേക്കാണ് നമുക്ക് പല പ്രൊഡക്റ്റായിട്ട് കിട്ടാമെന്ന് മാത്രം. അപ്പോൾ ആകെ കോൾമാൻസ് റിയേജൻ്റ് കുറച്ചേ ഉള്ളൂ, പക്ഷേ ഈ സ്ട്രക്ചർ പഠിക്കണം, എന്തൊക്കെയാണ് യൂസ്, എന്തൊക്കെ ഉണ്ടാക്കാനാണ് ഉപയോഗിക്കേണ്ടതെന്ന് പഠിക്കണം. പിന്നെ ഇലക്ട്രോഫിലിക് ആൻഡ് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് എന്താണെന്ന് ഒരു ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കുക. അറ്റാക്ക് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻസ് പഠിക്കുക. അത്ര അധികം 2-3 എക്സാമ്പിൾ വെച്ച് പഠിച്ചാൽ മതി. എന്നിട്ട് കോൾമാൻസ് റിയേജൻറ്റിനാണ് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കേട്ടോ.